ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാട്ടോ. ഇന്നിപ്പോൾ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അന്ന് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എന്താ പറയുക, ചിരി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ, അതായത് നമുക്കൊരു പങ്കാളിനെ കിട്ടുന്ന സമയത്ത് അതിന് മുമ്പ് കുറച്ച് കടമകളൊക്കെ ഉണ്ടല്ലേ. പെണ്ണ് കാണൽ ചടങ്ങ്, പിന്നെ നമ്മൾ വീട് അന്വേഷിച്ച് പോവും, ചെക്കനെ അന്വേഷിക്കും, ചെക്കൻ്റെ കൂട്ടക്കാരാണെങ്കിൽ പെണ്ണിനെ അന്വേഷിക്കും. ഇങ്ങനെ കുറേ കടമ്പകളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുക അത്രയൊന്നും സ്ട്രിക്റ്റ് ഇല്ലാന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അങ്ങോട്ട് ആൾക്കാർ പോവുക, അവിടെ വന്ന് അന്വേഷിക്കും, പിന്നെ ഓരോ കുറവുകളും കുറ്റങ്ങളൊക്കെ നോക്കുക. ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നില്ലാന്ന്. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു പെണ്ണ് കാണൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടെണ്ണം കേട്ടോ, ഒന്നുമല്ല. രണ്ടാളുകൾ കാണാൻ വന്നിരുന്നു. ആ രണ്ടാളുകളും ചീറ്റിപ്പോയി. അതെന്താ വെച്ചാൽ ചീറ്റിപ്പോയത് അൽഹംദുലില്ലാ നല്ലതിനേക്കുമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കണം. അതായത് ഒരാൾ കാണാൻ വന്നപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലേക്കല്ല കാണാൻ വന്നിരുന്നു. ഞാനന്ന് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് കാണാൻ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ നല്ല ക്ഷീണിച്ച ടയേർഡായ ഒരു പെണ്ണ് കാണാൻ വരിക എന്ന് പറയുമ്പോൾ ആ പെണ്ണ് എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ ആയിരിക്കും എല്ലാവരും ഒരുങ്ങുക. എന്തായാലും ഇനി എത്ര ഇതില്ലാന്ന് പറഞ്ഞാലും ആ സമയത്ത് നമ്മളൊരാളെ കാണാൻ വരികയാണല്ലോ അല്ലേ. നമ്മളെ ജീവിത പങ്കാളിയായി ഏറ്റെടുക്കുന്ന ആൾ നമ്മളെ കാണാൻ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്നൊരു പൗഡറെങ്കിലും ഇട്ട് നിൽക്കാത്ത ആരുണ്ടാവില്ല. വേറെ മേക്കപ്പൊക്കെ ചെയ്യണവരുണ്ടെന്നാൽ ജസ്റ്റ് ഒരു പൗഡറെങ്കിലും. എന്നെ കാണാൻ വന്നത് നല്ല നട്ടുച്ചക്ക് പൊരി വെയിലത്ത്. ഞാൻ അൽഫുർഖാൻ ശാന്തി വയലിന്ന്, ആ സ്കൂൾ അറിയുന്ന ആൾക്കാർക്കറിയാം. അവിടെ നിന്ന് നടന്ന് ഞാൻ അത്രയും ദൂരം വെയിൽ കൊണ്ട് നടന്ന് ചെണ്ടപ്രായ ഭാഗത്തേക്കിട്ടാ. ഞങ്ങളെ ഒരു കുടുംബക്കാരെ വീടുണ്ട്, എളാപ്പാൻ്റെ വീടുണ്ട്. അവിടെയാണ് എന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. ക്ഷീണിച്ച് ടയേർഡായി വരുന്ന ആളെയാണ് ഒരാൾ കാണാൻ വന്നത്. അപ്പോൾ അയാൾ കണ്ട് എന്നോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, എവിടെയാണ് വർക്ക് ചെയ്യണത്, ജസ്റ്റ് പേരൊന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അതേപടി ഞാൻ എനിക്ക് ഇനി സ്കൂളിൽ തന്നെ തിരിച്ചു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിറ്റേ ദിവസം അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് പെണ്ണിനെ പറ്റിയിട്ടില്ല, പെണ്ണ് ഭയങ്കര കറുപ്പാണ്, തീരെ കളറില്ല. എന്തായാലും പോയി. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകില്ലല്ലോ, നമ്മളിഷ്ടപ്പെടാത്ത ഒരാളെ ബാക്കിൽ നമ്മൾ പോകില്ലല്ലോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഇതേപോലെ സ്കൂളിൽ പോവാണ്. പോകുന്ന വഴിയിൽ ബൈക്കിൽ ഇയാളെ പോണ് ഞാൻ കണ്ടു. ബൈക്കിൽ പോകുമ്പോൾ ഇയാളെ പിന്നിൽ ഒരാളും കൂടി ഉണ്ട്. അത് ഇയാളെ ഭാര്യയാണ്. അയാളെക്കാളും കറുപ്പ്. നീ പറഞ്ഞ ആള് നിറണ്ടോ, അതുമില്ല. അയാൾ പേരും കറുപ്പാണ്. അതിനേക്കാളും വലിയ കറുപ്പ് അതിൻ്റെ ഭാര്യ, ഓവർ തടിയും. അയാൾ ജസ്റ്റ് എന്നെ കണ്ടും ചെയ്തു ഞാനിവിടെ ബസ്സെത്തുക്കുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് തിരിച്ച് പഠിച്ചവൻ അപ്പം തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അധിക സമയമൊന്നും കാത്തിക്കേണ്ടി വന്നില്ല. അയാൾക്ക് കിട്ടിയ ഭാര്യനെ നിങ്ങൾ കണ്ടോ. ഞാൻ നല്ല സൗന്ദര്യം ഉണ്ട് എന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമ്മളെക്കാളും അതായത് ഇപ്പം ആ സ്ത്രീയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അപ്പം അയാൾ പറഞ്ഞ ആ വാക്കിനാണ് ഞാൻ പറയണത്. അയാൾ നല്ല സൗന്ദര്യമുള്ള ഒരാളാണല്ലോ അപ്പോൾ കണ്ടെത്തേണ്ടത്, പക്ഷെ അയാൾക്ക് കിട്ടിയതോ. അതുപോലെ എത്ര പുരുഷന്മാർ കുറേ പെൺകുട്ടികളെ കാണാൻ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ദാമ്പത്യം തുടങ്ങുമ്പോൾ അവിടെ നമ്മുടെ സൗന്ദര്യം ഒരിക്കലും നമ്മൾ നോക്കുന്നില്ല. ആ ഒരു ഫസ്റ്റത്തെ ദിവസം മാത്രമേ ആ സൗന്ദര്യം നമ്മൾ കാണുള്ളൂ. പിന്നെ അവിടെ സൗന്ദര്യം ഇല്ല, പിന്നെ അവിടെ മനസ്സാണ്. നമ്മുടെ രണ്ടുപേരുടെയും പരസ്പരം മനസ്സാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളും മറ്റുമാണ് അവിടെ നടന്നു പോകുന്നത്. പക്ഷെ എല്ലാ ആളുകളും ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പെണ്ണ് കാണൽ ചടങ്ങ്. ആ സൗന്ദര്യം അതോടുകൂടി അവസാനിച്ചു. ഇപ്പൊ ദാമ്പത്യത്തിലേക്ക് കടന്ന ഒരുപാട് പേർക്കറിയാം, നമ്മളവിടെ സൗന്ദര്യത്തിന് ഒരു വിലയും കൽപ്പിക്കണില്ല. എനിക്ക് മനസ്സിലായത് അങ്ങനെ കേട്ടോ. സൗന്ദര്യം ഒരു പ്രശ്നമേ അല്ല. നല്ലപോലെ ജീവിക്കണമെങ്കിൽ നമുക്ക് സൗന്ദര്യം വേണ്ടെന്നെ. നല്ലൊരു മനസ്സും ക്ഷമയും അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള ഒരു പണം ഉണ്ടായാൽ നമുക്ക് നല്ലപോലെ ജീവിച്ചു പോവാം. രണ്ടാളും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിച്ചാൽ മതി. പിന്നെ അത് മാത്രമല്ല, വേറൊരു അനുഭവം കൂടി ഉണ്ടായി. അതാ വിറ്റ് വേറൊരാൾ വന്നിരുന്നോട്ടെ, എറണാകുളം ഭാഗത്തു നിന്നാണ്. അത് നമ്മളെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. അയാൾ വന്നപ്പോഴേ ഇതുപോലെ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അനിയത്തി സ്കൂൾക്ക് പോയിരുന്നു. അത് നമ്മളെ എളാപ്പ തന്നെയാണ് കല്യാണം കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചായയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ പറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഡൈനിങ് ഹാളിലാണ് നമ്മൾ ചായ വെച്ചെടുത്തത്. ആ സമയത്ത് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്.
അവർക്ക് ഇനി എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചോട് പറഞ്ഞിട്ട് എളാപ്പ് എന്തെങ്കിലും ഒരു സിറ്റൗട്ടിക്ക് പോന്നു, ഉമ്മ അങ്ങോട്ട് അടുക്കളയ്ക്കും പോന്നു. അപ്പോൾ ഇയാൾ എന്നോട് ജസ്റ്റ് എന്തോ ഒന്ന് രണ്ടെണ്ണം ചോദിച്ചു എൻ്റെ പേരെന്താന്ന്. പിന്നെ അയാൾ എന്നെ റൂമിലേക്ക് വിളിക്കുന്നു, ബെഡ്റൂമിലേക്ക്. കേൾക്കണമെങ്കിൽ കേട്ടോളി മക്കളെ, എവിടെയെങ്കിലും ഉണ്ടെങ്ങനെ. ഞാൻ ശരിക്കും ഷോക്കായി. അയാൾ എന്നോട് പറഞ്ഞ എന്താ അറിയോ, ഈ റൂമിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോളൂ, ഇവിടെ ആരുമില്ലല്ലോ, എളാപ്പ അപ്പുറത്താണ്, ഉമ്മയാണെങ്കിൽ അടുക്കളയിലാണ്, വേറെ ആരുമില്ല, അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നേരിട്ട് പറഞ്ഞോളിയാണ്. അപ്പം അയാൾ വീണ്ടും എന്നെ വിളിക്കുകയാണ്, അല്ല ഈ വാ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം, ഇവലൊക്കെ കേൾക്കും. ഞാൻ പറഞ്ഞു, ഇവല് കേൾക്കാത്തതായിട്ട് ഒരു രഹസ്യം എനിക്കില്ല, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളിയാറ്. ഞാൻ അങ്ങോട്ട് പോകാൻ കൂട്ടച്ചില്ല. അങ്ങനെ ഇയാൾ പിന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ട് വിളിക്കുക. എനിക്ക് എന്തോ ഇങ്ങനെ മണത്ത് ഇയാളെ ക്യാരക്ടർ അപ്പം ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എളാപ്പാനെ ജസ്റ്റ് ഡോർ എടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു, ഞാനാ പറഞ്ഞത്. അപ്പോൾ തിരിച്ചു പോയപ്പോൾ എളാപ്പറിന് എങ്ങനെ ഉണ്ട്, എനിക്ക് ഇഷ്ടമായ, അയാൾക്ക് എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു, കല്യാണം നമുക്ക് നമ്മളൊക്കെ അന്വേഷിച്ചിട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിരിക്കണമെന്ന്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു, എനിക്ക് അയാളെ വേണ്ട. കാരണം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം ഒരാളെ എങ്ങനെ മനസ്സിലാക്കുക, അയാളെ ക്യാരക്ടർ, അയാളെ സ്റ്റാൻഡേർഡ്. ഇതിപ്പോൾ ഇയാൾ എന്ത് പരിപാടിയാണ് നടത്തി, അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് എന്നോട് പറയായിരുന്നു, റൂമിൽ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് എന്നാണ് അർത്ഥം. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല മക്കളെ, അത് നമ്മൾ വെറുതെ, ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം ഞാൻ അയാളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഇതൊരു ശീലമായിരിക്കും, അങ്ങനെ പെണ്ണ് കാണാൻ പോയി പെണ്ണുങ്ങളെ ചിലപ്പോൾ ഇങ്ങനെ റൂമൊക്കെ വിളിച്ച് അങ്ങനെ നടന്ന് പെണ്ണ് കാണുക, അങ്ങനെ പെണ്ണുങ്ങളങ്ങനെ റൂമൊക്കെ വിളിച്ച് സംസാരിക്കാതായിരിക്കും. അയാൾ അങ്ങനെ ചെയ്തത് തന്നെ ഒരു ശരിയല്ലല്ലോ. അതോടുകൂടി എനിക്ക് അയാളെ സ്വഭാവം മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയും കുറേ ആളുകളുണ്ട്, എവിടുന്നാണോ അവസരം കിട്ടുന്നത് അവിടുന്ന് അങ്ങോട്ട് മുതലാക്കുക. ഏതായാലും വല്ലാത്ത രണ്ട് അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അത് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല, അത് അതോടുകൂടി പിന്നെ നമ്മൾ ഒഴിവാക്കി. പിന്നെ എന്നെ കാണാൻ വന്നത് എൻ്റെ സാബുക്കാണ്. എനിക്ക് എന്താ പറയുക, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സന്തോഷക്കണ്ണീരാണ്. സാബു കാണാൻ വന്ന സമയത്ത് പിന്നെ ഞാനവിടെ നിൽക്കുകയായിരുന്നു ശരിക്കും. അപ്പോൾ നിന്ന സമയത്ത് എന്ത് ചെയ്തു, എന്നോടോട് ഇരിക്കാൻ പറഞ്ഞു, ഒരു കസേര ഇട്ടിട്ട് എന്നോട് ഇരുത്തി. ട്രെയിനിങ് ഹാളിൽ തന്നെയാണ് ഇതുപോലെ ഇരുന്നത്. ഇരുത്തിയിട്ട് 2 മണിക്കൂർ എന്നോട് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ, അവരെ കാര്യങ്ങളും അതുപോലെ നമ്മളെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. എന്നെ കണ്ട് തിരിച്ചു പോയപ്പോൾ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, അല്ലാ എനിക്ക് ഏകിയതാണെങ്കിൽ, എനിക്കിത് വിധിച്ചതാണെങ്കിൽ ഇത് ഇന്നെ തേടി തന്നെ വരട്ടെ. ഇനി അതല്ല, എനിക്കിത് വിധിച്ചിട്ടില്ലെങ്കിൽ ഇത് പോവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ സൗന്ദര്യം നോക്കിയിട്ടില്ല, ഡ്രസ്സ് നോക്കിയിട്ടില്ല, ഇവരെ ക്യാരക്ടർ, ഇവരെ സംസാരം, നമ്മളോട് ഇടപെടുന്ന ആ രീതി, അതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചും ചെയ്തു. നമുക്കൊരു മനുഷ്യൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചുഴിഞ്ഞെടുക്കാനൊന്നും കഴിയില്ലല്ലേ, എന്നാലും നമുക്ക് ഏകദേശം ഒരാളോട് കുറച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാട്ടോ കണ്ണെന്ന്. അപ്പോൾ എന്തായാലും തിരിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വിളിച്ചു, സംസാരിച്ചു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു, നമുക്കിഷ്ടമായി. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല, റാഹത്താണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് തോന്നും. നമ്മളോട് സംസാരിക്കുക, ഇടപഴകുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താ പറയുക, ഷെയ്മിങ്ങിൽ അവരെ ബോഡിയെക്കുറിച്ച് പറയുക, അതുപോലെ എന്താ പറയുക, മോശമായ രീതിയിൽ അവരെ സംസാരിക്കാൻ വിളിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് അവരെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പക്ക ഡീസൻ്റ് ആവണമെന്നില്ല, എന്നാലും നമുക്കറിയാൻ പറ്റും ഓരോ ആളുകളെ കണ്ടാലും. അപ്പോൾ എൻ്റെ ജീവിതകഥയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ പങ്കുവെച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഓർത്തപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ എത്രമാത്രം വേദനിച്ചു നിങ്ങൾക്കറിയും. അപ്പോൾ നമുക്ക് ആ അനുഭവത്തിലൂടെ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്നത് ഓർക്കുമ്പോൾ, എനിക്കിനിപ്പോൾ ഓരോട് ദേഷ്യം കാര്യമൊന്നുമില്ല, പക്ഷെ ഇന്ന് എനിക്കത് ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മളെ ലോകത്ത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിങ്ങളൊന്ന് സങ്കടപ്പെടുത്തില്ലേ, അപ്പോൾ സാരമില്ല, ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വന്നൊരു സങ്കടം കേട്ടോ, സന്തോഷക്കണ്ണീരാട്ടോ വന്നത്. അതായത് അങ്ങനെ നമുക്ക് കാണാൻ വരാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നതാണ്. മുന്നുള്ള 2 വന്നത് മറ്റൊരു രീതിയിൽ, പിന്നെ കാണാൻ വന്നത് വേറൊരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ മറക്കാൻ പറ്റാത്തതാണല്ലേ. ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് അത് മറന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഈ ഒരാളതിൽ ഞാൻ പറഞ്ഞില്ല, ഒരാൾ എറണാകുളത്തുകാരനാണെന്ന്, ഒരാൾ ഈ ഏരിയയിൽ എവിടെയേ ഉള്ളത് കേട്ടോ, നമ്മളെ ഏരിയയിൽ എവിടെയുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആ ബാക്കിൽ അയാളെ ഭാര്യനെ കൊണ്ടുപോകണതാണ് ഞാൻ കണ്ടത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. നമ്മളെന്ത് തിരിച്ചു ചെയ്താലും അവർക്ക് നമ്മൾ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.
അപ്പോൾ ഒരു പക്ഷെ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യണതാവും ഇതൊക്കെ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.